Good morning. Morning, sir. തുടങ്ങാം നമുക്ക്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ നോട്ട് എഴുതണം, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ ചെയ്യണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചു പേരെ വിളിച്ചപ്പോ അവര് ഇത്രയും കാലമായിട്ട് 2 ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ളൂ എന്നാ പറയും. പിന്നെ എന്തിനാ അവര് ബേസ് ചേർന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നോട്ടുകളൊന്നും എഴുതിയിട്ടില്ല, പിന്നെ എന്തിനാ വെറുതെ ഫീസ് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എഴുതാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവര് ആ പേപ്പറുകൾ വിട്ടിട്ട് എത്ര പേജാണ് പോലെ അത് വിട്ടിട്ട് ബാക്കി ഇന്ന് തന്നെ എഴുതണം. 2 റഫിലേക്കല്ല എഴുതണ്ടേ, നോട്ട് ബുക്കിലേക്കാണ് എഴുതുന്നത്, ഒറിജിനൽ നോട്ട്. ഈ നോട്ട് ചെക്കിങ് ബേസിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ, ആ കാര്യം പ്രത്യേകം ഓർക്കുക. അങ്ങനെ ഭയങ്കര റിസ്ക് ഉള്ളവരാണെങ്കിൽ ബേസ് വിട്ട് പോകേണ്ടി വരും. അത് പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയിട്ട് ഷിബു സാർ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ളവർക്ക് ബേസ് വിട്ട് പോകേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യരുത്, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ വിളിക്കുമ്പം നോട്ട് എഴുതിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കരുത്. ഇപ്പൊ ഒരാളെ നോട്ട് ഇപ്പൊ ഇതുവരെ കിട്ടിയില്ല എനിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നടുത്ത് 14-ാം തീയതി ക്ലാസ് എടുത്തതാ, ഇതുവരെ നോട്ട് അയക്കാത്ത ഒരാളുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി. അതില് ആംഗിൾസ് ആണ് നമ്മൾ ആദ്യം എടുത്തത് അല്ലെ, ആംഗിൾസ്. ഓക്കെ, ഹനാൻ ഇല്ല, ഹനാന് വീഡിയോ ഒന്ന് ഓണാക്കിക്കേ. ഹനാൻ, ഹനാനിപ്പോ പ്രസന്റ് അല്ല. ഓക്കെ, സാന്ദ്ര വീഡിയോ ഓണാക്കൂ. ക്യാമറ ഓൺ ആക്കൂ സാന്ദ്ര. അമൽ റോഷൻ, മുഹമ്മദ് അമൽ റോഷൻ. ഇല്ല. റിൻഷക്ക് വീഡിയോ ഓൺ ആക്കൂ, ക്യാമറ ഓൺ ആക്കൂ. റിൻഷ, എന്താണ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാല്? ഓഡിയോ മൈക്ക് ഓൺ ആക്കൂ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മണിക്കൂർ. 60 മിനിറ്റ് 1 മണിക്കൂർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഉണ്ടേനു. അപ്പൊ ഒന്നും കേട്ടിട്ടില്ല. 60 മിനിറ്റ് പറഞ്ഞാല് ഞാൻ സമയത്തിന്റെ കാര്യമല്ലേ ചോദിക്കണം. 60 മിനിറ്റ് പറഞ്ഞാല് 1 ഡിഗ്രി ആണ് കേട്ടോ. 60 മിനിറ്റ് നിങ്ങൾ വായിക്കുന്നില്ല. 60 മിനിറ്റ് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. ഓക്കെ, എന്താ 60 സെക്കൻഡ് പറഞ്ഞാല്? 60 സെക്കൻഡ് പറഞ്ഞാൽ 1 മിനിറ്റ്. പിന്നീട് നമ്മള് നെഗറ്റീവ് ആംഗിൾ പറഞ്ഞു. ദിയ ഓണാക്കൂ, ക്യാമറ ഓണാക്കൂ. ദിയ ഓക്കെ, മൈക്ക് ഓൺ അല്ലേ?
ആ എന്താണ് നെഗറ്റീവ് ആംഗിൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് കൊണ്ട് അതിന്റെ ഇനീഷ്യൽ സൈഡ് മുകളിലും സൈഡ് താഴെ ആയിരിക്കും. അതായത് ഇങ്ങനെ പറയണ്ട, നമ്മള് ക്ലോക്ക് വൈസ് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. അതാണ് അതിന്റെ പ്രാധാന്യം കേട്ടോ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അഞ്ജന ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ, അഞ്ജന, പിന്നെ എല് ആറ് തീറ്റ ഇത് മൂന്ന് തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ, എന്താ അത്? ലാറ്ററൽ സർഫസ് ഏരിയയും പിന്നെ റേഡിയസ്. നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്നും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. എല്ലോ ലാറ്ററൽ സർഫസ് അതൊക്കെ 10ാം ക്ലാസ്സിലെ കാര്യല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് ലാറ്ററൽ സർഫസ് ഏരിയ ഒന്നും. എല്ല് ആറ് തീറ്റ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങളിങ്ങനെ പഠിക്കാതെ വരരുതേ. എന്തിനാ പിന്നെ നിങ്ങൾ ട്യൂഷൻ ചേർന്ന്? പഠിക്കണ്ടേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? ശിബു സാറ് അങ്ങനെ അല്ലാത്തവരെ ഒഴിവാക്കാനാ പറഞ്ഞത്. പഠിക്കെങ്കിൽ മാത്രം ഇരിക്കാൻ മതി എന്നാ പറഞ്ഞത്. അപ്പൊ പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ചിട്ട് പഠിക്കണം. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ല. അപ്പൊ ഹിമശ്രീ, മൈക്ക് വീഡിയോ ഓൺ ചെയ്യൂ. ഓക്കെ, പറയൂ. എന്താ എല്ലും ആറും തീറ്റയും തമ്മിലുള്ള ബന്ധം? L is equal to R theta. L is equal to R theta. L equal to R theta. കറക്റ്റ് ആണ്. അതാണ് വെരി ഇമ്പോർട്ടന്റ് ആണ്. L equal to R theta. L എന്താ ഹിമ? എന്താ L? L എന്താണ്? ഹിമശ്രീ പോയോ? L എന്താണ്? ലെങ്ത് ഓഫ് ദി ആർക്ക്. ലെങ്ത് ഓഫ് ദി ആർക്ക്. ആറ് പറയുന്ന റേഡിയസ്. തീറ്റ ആംഗിൾ ആണ് ഇൻ റേഡിയൻ മെഷർ. തീറ്റ ആംഗിൾ ആണ്. ഓക്കെ, ഹനാൻ വീഡിയോ ഓൺ ആക്കൂ, മൈക്ക് ഓൺ ആക്കൂ. ഹനാൻ, നീ ഇപ്പൊ വരാ? നേരം വൈകിയ വരാൻ? എന്തായാലും പണി ഉറങ്ങിയിരുന്നാ? ഓക്കെ, എങ്ങനെയാണ് റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കി മാറ്റുക? π/180. അത് റേഡിയൻ മെഷറിലേക്ക് മാറ്റുമ്പോഴാണ്. ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോ 180/π കൊണ്ട്. 180/π കൊണ്ട്. ഓക്കെ, ഹോംവർക്ക് ചെയ്തിരുന്നോ ഹനാനെ? അപ്പോ ഹോംവർക്ക് ഞാൻ തന്നിരുന്നു കുറച്ചെണ്ണം. അത് പിന്നെ ആൻസർ ഏതായിരുന്നു ഹോംവർക്കിൽ ഫസ്റ്റ്? 25 ഡിഗ്രി. 25 ഡിഗ്രി അല്ലേ? ആ 25 ഡിഗ്രിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ ഈ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 180നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കിട്ടുക? 180 divided by 5. റേഡിയൻ 180 ഓക്കെ, അതുകൊണ്ട് മുകളിലൊരു 5π ഉണ്ട്,
താഴെ ഒരു 36 ഉണ്ട്. ഇതാണ് ഉത്തരം കിട്ടിയത്. ആണോ? ആ ആ ആ. ഈ അടുത്ത ഏതായിരുന്നു? 240. 240 അല്ലേ? 240 ഡിഗ്രി ആണ്. അതിന്റെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ വേണ്ടി 240നെ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ 0 കട്ട് ചെയ്യുക. ഇതിനെ രണ്ടിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ 4ഉം ഇവിടെ 3യും കിട്ടും. 4π/3. 4π/3. ഓക്കെ. അപ്പൊ 4π/3 എന്നായിരിക്കും അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ഏതായിരുന്നു? 520 അല്ലെ? 520 ഇൻറ്റു 5/180. ഈ രണ്ട് 0യും കട്ട് ചെയ്യും. ഓക്കെ. ഇനി ഇതിന്റെ ഹാഫ് എടുത്താല് 26. അപ്പൊ മുകളിൽ 26π. ഇതിന്റെ ഹാഫ് എടുത്താൽ 9. ഇതാണ് കിട്ടിയത്. 26π/9 ആണോ? ഇതാണ്. അപ്പൊ എന്തായിരുന്നു 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ? 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ 5/6. 5/6. 30യുടേത് 30 ഡിഗ്രിന്റെ റേഡിയൻ മെഷർ 5/6 ആണ്. 60 ഡിഗ്രിന്റെ 5/3 നമ്മള് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ ഇത് പഠിക്കാൻ അത്ര പണിയൊന്നുമില്ല. നോക്കൂ, 33 വന്നാൽ ഇവിടെ 6 വന്നാൽ 3. 30 ഡിഗ്രി പറഞ്ഞാൽ 5/6. 60 ഡിഗ്രി പറഞ്ഞാൽ 5/3. ഓക്കെ. 2π റേഡിയൻ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇതിന്റെ പകുതിയാണ് പൈ അറിയണത്. അപ്പൊ അത് 180 ഡിഗ്രി. അതിന്റെ പകുതി 5/2. 5/2 അറിയണത് 90 ഡിഗ്രി. ഇപ്പൊ 30 ഡിഗ്രി പറഞ്ഞു. അത് 45 ഡിഗ്രി. 45 ഡിഗ്രി പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ് 90ന്റെ പകുതി. അതായത് 5/2ന്റെ പകുതി വീണ്ടും എടുത്താല് 5/4. ഇത് എങ്ങനെയെങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ തന്നെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി. ഇതും പഠിക്കണം. 270 ഡിഗ്രി 3π/2. 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 3π/2 പറഞ്ഞാൽ 390 എന്നാ. 390 പറഞ്ഞാൽ 270 കേട്ടോ. 5/2 കേട്ടോ. 5/2 പറഞ്ഞാൽ 90. 3 × 90 270. അങ്ങനെയൊക്കെയാണ് അത് ഓർക്കേണ്ടത്. ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്തായാലും ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്ക്. ഫൈൻഡ് ദ റേഡിയൻ മെഷർ. Find the radian measure corresponding to the degree measure. Find the radian measure corresponding to the degree measure. Corresponding to the degree measure. -47 degree 30 minutes. -47 degree 30 minutes. അപ്പൊ ഇതിന്റെ റേഡിയൻ മെഷർ ആണ് എഴുതേണ്ടത്. റേഡിയൻ മെഷർ. അപ്പോ ഡിഗ്രിനെയാണ് നമ്മൾ റേഡിയൻ മെഷർ ആക്കിയിട്ട് ഒന്നുകൂടി പറയൂ. ഫൈൻഡ് ദ റേഡിയൻ മെഷർ corresponding to the following degree measure. Find the radian measure corresponding to the
degree measure minus 47 degree 30 minutes. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് ഇവിടെ വന്നതിന്റെ മീനിങ് എന്താ? എന്താ നെഗറ്റീവ് ഇവിടെ വന്നതിന്റെ മീനിങ്? റൊട്ടേഷൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ആയിരിക്കും. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോ ഈ നെഗറ്റീവ് ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും റേഡിയൻ മെഷറിൽ അപ്പോഴും ഉണ്ടാവും ഒരു നെഗറ്റീവ്. റേഡിയൻ മെഷറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നെഗറ്റീവ്. പക്ഷേ ഇവിടെ ഇതാണ് ഒരു പ്രശ്നം. ഇപ്പൊ 47 ഡിഗ്രി ആണെങ്കിൽ അതിനെ π/180 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ നമുക്ക് റേഡിയൻ മെഷർ കിട്ടും. പക്ഷെ ഇവിടെ 30 മിനിറ്റ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയൻ അല്ല ഡിഗ്രിയിലേക്ക് മാറ്റണം. അത് ഈ 30 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -47. ഈ 30 മിനിറ്റ് പറഞ്ഞാല് എത്ര ഡിഗ്രി ഉണ്ടാവും? ഹാഫ് ഡിഗ്രി. ഹാഫ് ഡിഗ്രി ആണ്. അതുകൊണ്ട് 47 ഡിഗ്രി ആയിരിക്കും ഇത് ഉണ്ടാവും. 47 ഡിഗ്രി സമം, ഇപ്പൊ ഇത് ഡിഗ്രിയിലേക്ക് മാറി. ഇപ്പൊ ഇതിൽ മിനിറ്റ് ഇല്ല, ഡിഗ്രിയേ ഉള്ളൂ. സമം മൈനസ്, ഇതിനെ വേണമെങ്കിൽ എന്താ ചെയ്യാറിയോ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 47 × 2 എത്ര വരിക? 94 അല്ലേ? ആണോ? 47 × 2 94. 94 + 1 95/2 ഇത്രയും ഡിഗ്രിയാണ്. അപ്പോ ഇതിനെ ഇങ്ങനെ എഴുതിയാണ് 95ന്റെ പകുതി 47 തന്നെയാണ്. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്താൽ മതി? ആ 95/2നെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈക്വൽ ടു മൈനസ് ഈ 280 എവിടെയും പിന്നെ കട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഈ 95നെയും 180നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ ഈ 95നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 95 / 5. 19 ആയിരിക്കും. 100 ആണെങ്കിൽ 20 അല്ലേ? അപ്പൊ 95 ആണെങ്കിൽ 19 അല്ലേ ഉണ്ടാവുക? 19/2 ഇൻറ്റു 5/, ഈ 180 ഇവിടെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ആണ്. 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 36. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് ഇനി ഒന്നും സിംപ്ലിഫൈ ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് -19π/72 അത്രയും റേഡിയൻ മെഷർ ആയിരിക്കും ഉണ്ടാവുക. എഴുതിയെടുക്കുക കേട്ടോ, ഇപ്പൊ തന്നെ എഴുതിയെടുക്കുക. ഈ സമയം വെറുതെ കളയേണ്ടതില്ല. 1.5 മണിക്കൂർ നമ്മൾ ഇതിന്റെ മുമ്പിൽ വെറുതെ ഇരിക്കേണ്ടതില്ല. ഇപ്പൊ തന്നെ എഴുതിയിട്ട് കഴിഞ്ഞില്ലേ? എന്നാ ഇപ്പൊ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ അയച്ചു തരാൻ പറ്റും. രണ്ടാമത് പണിയെടുക്കരുത്. റഫിലേക്ക് എഴുതേണ്ട. നോട്ട് അത്ര ഭയങ്കര ചുരുക്കൊന്നും വേണ്ട. ടെസ്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ.
എഴുതില്ലേ? ആ ഓക്കെ. അപ്പം റേഡിയൻ മെഷറിലേക്ക് മാറ്റാന് അത് ഡിഗ്രി മെഷറിനെ മാത്രമേ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് മിനിറ്റ് വരികയാണെങ്കിൽ അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോ 20 മിനിറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇതിനെങ്ങനെയാ ഡിഗ്രിയിലേക്ക് മാറ്റുക? 1/. ഇപ്പൊ 18 അല്ലെങ്കിൽ 17 മിനിറ്റ് ആണ്. ഇതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. എന്ത് ചെയ്യും? 1/60 ആണ്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഗ്രിയിലേക്ക് മാറും. ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് 30 മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 ആണ്. ആ 1/2 ഇവിടെ വന്നത്. അപ്പോ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 30 മിനിറ്റ് തന്നെ വരണമെന്നില്ല, വേറെ ഏതും വരാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ 30 മിനിറ്റിലോടുത്ത് 47 കഴിഞ്ഞ മിനിറ്റ് പ്ലസ് ഉണ്ട് ഇവിടെ. ശരിക്ക് 47 ഡിഗ്രിയും പിന്നെ 30 മിനിറ്റും ആണ്. അപ്പൊ 47 ഡിഗ്രി പ്ലസ് 30 മിനിറ്റ് എന്നുള്ളത് 30/60 ഇങ്ങനെ എഴുതണം. അപ്പോഴേ അത് ശരിയാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അപ്പൊ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇതിലേക്ക് മാറാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ്. Find the degree measures. Find the degree measures corresponding to the. Find the degree measures corresponding to the following radian measures. Find the degree measures corresponding to the following radian measures. Find the degree measures corresponding to the following radian measures. ഒന്നാമത്തത് 5π/3. Second one 7π/6. Third one 11/16. Fourth one -4. ഓക്കെ, ഇതൊക്കെ റേഡിയൻ മെഷർ ആണ്. ഓരോന്നും റേഡിയൻ മെഷർ ആണ്. ആ റേഡിയൻ മെഷറിനെ നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 180/π. 180/π കൊണ്ട് മൾട്ടിപ്ലൈ. 180/π. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പൈയും കട്ട് ചെയ്യും. അതേപോലെ 180യും 3യും കട്ട് ചെയ്യാൻ പറ്റും. 60 എന്ന് കിട്ടും. പിന്നെ അവിടെ 5x6 ബാക്കി ഉണ്ടാവുള്ളൂ. 5x6 60 പറഞ്ഞാൽ 300 ആണ്. അപ്പൊ 300 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഓക്കെ, അപ്പൊ ഒരു പണിയില്ല. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ഡിഗ്രി? 300 ഡിഗ്രി കിട്ടും. അതേപോലെ ഇതൊന്ന് ചെയ്ത് രണ്ടാമത്തെ. എത്ര കിട്ടി? എത്ര? 210. 210. എത്ര കിട്ടുക? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ പൈയും കട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 180യും 6ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 ഉണ്ടാകും. ഓക്കെ, 30. ഓക്കെ, അപ്പോ ഈ 7 × 30 അത് 210 ആണ്. അപ്പോ പിന്നെ ഒരു എക്സാമിന് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം വന്നൊരു ക്വസ്റ്റ്യൻ അത് 11/16. അപ്പൊ കുട്ടികൾ വിചാരിച്ചത് ഇത് പൈ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവരൊരു പൈയൊക്കെ ആക്കിയിട്ട് ചെയ്യും. അപ്പൊ തെറ്റി ഉത്തരം.
അപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് അതേപോലെ ചെയ്യണം. ഇത് 11 തന്നെയാണ്, 11/16 ആണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നതാണ്? 11/16 into 180/5. 180/5 നമ്മൾ 180/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ ഈ പൈ കട്ട് ചെയ്ത് മാറ്റാൻ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക? 11/16 into 180/, പൈക്ക് വാല്യൂ കൊടുക്കുക. പൈന്റെ ഒരു വിലയാണ് 22/7. 3.14 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൈന്റെ വാല്യൂ 22/7 കൊടുക്കാം. കാൽക്കുലേറ്റർ ഉള്ളവരെ 22നെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ 3.14 തന്നെ കിട്ടുക കേട്ടോ. അപ്പൊ 22/7 എന്ന് എഴുതി ഈക്വൽ ടു 11/16 into 180 into, ഞാൻ ഈ ബൈക്ക് പകരമാണ് ഇപ്പൊ ഇൻറ്റു എഴുതി. ഇനി ഞാൻ എന്താ ചെയ്തിട്ട് 7/22. 7/22. 22/7 എന്നുള്ളത് 7/22 എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങള് കാൽക്കുലേറ്റർ വാങ്ങണം കേട്ടോ. കാൽക്കുലേറ്റർ ഇല്ലാത്തവര് ഇതേപോലത്തെ ഒരു കാൽക്കുലേറ്റർ വാങ്ങണം കേട്ടോ. ഇതേപോലത്തെ ഒരു കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ വാങ്ങണം കേട്ടോ. അധികം വൈകണ്ട. ഈ ചാപ്റ്ററിലും ഇനി ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ആവശ്യമില്ല തന്നെയാണ്. ഓക്കെ, അവിടെയൊക്കെ കാൽക്കുലേഷൻസ് നമുക്ക് കംപ്ലീറ്റ് കാൽക്കുലേറ്ററിലാണ് എക്സാം ഹാളിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ഒരു കാൽക്കുലേറ്റർ പ്രത്യേകം, അത് സാധാരണ ഫാൻസി കടകളിലും അങ്ങനെയുള്ള ഈ പിന്നെ ഇലക്ട്രോണിക് സ്റ്റോപ്പുകളൊക്കെ അതിലുണ്ടാവും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചെയ്യാം. 11 into 180 into 7 divided by, ഈ മുകളിലുള്ള കാര്യം താഴെ 2 ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ചെയ്യുമ്പോ പിന്നെ നമ്മള് ഡിവൈഡഡ് ബൈ 16 into 22 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റും. അതുകൊണ്ട് ഈ ബൈ കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കണം. ബ്രാക്കറ്റ് ഒക്കെ ഇതിലുണ്ട്. എന്നിട്ടാണ് 16 into 22 നമ്മൾ എഴുതുക. 16 into 22 എന്നൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 39.375 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നാല് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഗതി കാണാം. ഇത് കേട്ടോ, ഈ ഒരു ചിഹ്നം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് ഇവിടെ കുറെ ഇങ്ങനെ കോമുള്ള സംഭവം, അതിലൊന്ന് നെക്കി കൊടുക്കുക. അതിൽ നെക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ കാണിക്കുന്നതായിട്ട് കാണാം. എങ്ങനെ? 39 degree 22 minutes 30 seconds. അതാണത് കേട്ടോ. അതായത് നമ്മൾ മിനിറ്റിലേക്കും സെക്കൻഡിലേക്ക് എഴുതാണ്. അപ്പൊ അത് എങ്ങനെ കിട്ടിയത് ഇപ്പൊ നിങ്ങൾ തൽക്കാലം അറിയേണ്ടതില്ല. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ 39 ആണ് ഈ 39 വന്നത്. പിന്നെ ഈ 22 മിനിറ്റ് എങ്ങനെ കിട്ടിയത് അറിയോ? ആ ബാക്കിയുള്ള 375 ഇല്ലേ, ആ പോയിന്റ് 375നെ നമ്മള് 60 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 22.5 കിട്ടും. ആ 22 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ 22 ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 0.5. ഈ 0.5നെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 30 എന്ന് കിട്ടും. 30 സെക്കൻഡ്. അപ്പൊ അത് എങ്ങനെയൊക്കെ നമ്മൾ ആ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗമാണ് ഉള്ളൂ, ഈ 3 സ്ഥാനങ്ങളുള്ളൂ. ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്ററിൽ കുറെ വന്നിരിക്കുന്നത് കാണാം. അപ്പൊ അത് എടുത്തുകൊണ്ട് ഇതേപോലെ സ്റ്റെപ്പ് എഴുതേണ്ടതില്ല. ഓക്കെ, അത് നേരിട്ട് ഈക്വൽ ടു അടിച്ച കാൽക്കുലേറ്ററിൽ ആൻസർ വരും. എന്നിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ആൻസർ നേരെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ 11/16 എന്ന് പറഞ്ഞാല് 39 ഡിഗ്രിയും 22 മിനിറ്റും 30 സെക്കൻഡുമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ.
അപ്പൊ നിങ്ങള് പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഏതാണത്? മൈനസ് ഏതായിരുന്നു? നാലാമത്തേതായിരുന്നു? -4. ആ, അപ്പൊ ഇത് ഈ മൈനസ് ഇവിടെ എന്ത് ചെയ്താൽ മതി? എല്ലാ സ്ഥലത്തും മൈനസ് ഇങ്ങനെ കൊടുത്താൽ മതി. മൈനസ് അതിന്റെ റൊട്ടേഷൻ മാറിയെന്ന മീനിങ് ഉള്ളൂ. അപ്പൊ 4 റേഡിയന്റെ ഡിഗ്രി മെഷർ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതെങ്ങനെയാണോ ചെയ്തത് അതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കി. ഈ മൈനസ് കണ്ട് പേടിക്കണ്ട. മൈനസ് അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മൈനസ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ലാസ്റ്റ് ആൻസറിൽ നമ്മൾ മൈനസ് കൊടുക്കും കേട്ടോ. ഓക്കെ, ഇതേപോലെ 4 × 180/π എഴുതുക. എന്നിട്ട് പൈക്ക് വരെ 22/7 എഴുതുക. എന്നിട്ട് ഇത് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ ഇങ്ങനെ ഈ ആൻസർ ഇവിടെ എഴുതണം എന്നില്ല കേട്ടോ. എഴുതാൻ നേരിട്ട് ഇത് എഴുതാവുന്നതാണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റർ ഇല്ലാത്തവർ കാൽക്കുലേറ്റർ വാങ്ങണം കേട്ടോ. ഇതിലുണ്ടാകും, പിന്നെ മൊബൈലിൽ ഉണ്ടാകും കാൽക്കുലേറ്റർ. പക്ഷെ അത് നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാൽക്കുലേറ്റർ വാങ്ങണം. minus മൈനസ് 229 ആ 229 ആ പിന്നെ 09090909. അല്ല, അത് ഇങ്ങനെ ആക്കി പറയൂ, ഇങ്ങനെ ആക്കി പറയൂ. 229 ഡിഗ്രി ഞാൻ ഫോണത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. എങ്ങനെ? ഞാൻ ഫോണത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കണം. അതിൽ ആ ഓപ്ഷൻ ഇല്ല. ആ ഇല്ല, അത് അങ്ങനെ കാൽക്കുലേറ്ററിൽ അവർ ചെയ്തു നോക്കും. -229 ആ ഡിഗ്രി 5 മിനിറ്റ് 5 മിനിറ്റ് 7.27 സെക്കൻഡ്. ആ ഓക്കെ, ആ ലാസ്റ്റ് വരുന്ന ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ വാങ്ങണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ട് വരും. -4 × 180/π equal to -4 × 180/22/7 equal to -4 × 180 × 7/20. ന്യൂമറേറ്ററിൽ ഇത് മാത്രമേ വരൂ, അതുകൊണ്ട് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. 4 × 180 × 7 /22 equal to. അപ്പോ പിന്നെ 229.0909 ഇങ്ങനെ പോവാണ് സംഭവം. അപ്പൊ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ കിട്ടിയിട്ട് അതിനെ നേരിട്ട് കൊണ്ടുപോയിട്ട് ഇത് നിൽക്കുക കേട്ടോ. അപ്പോഴേ കുറച്ച് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 229 ഡിഗ്രി 5 മിനിറ്റ്സ്. പിന്നെ ഇങ്ങനെ വരുന്നത് 27.27 ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ പോയിന്റ് ഒന്നും എടുക്കണ്ട, ഈ 27 മതി. 27 സെക്കൻഡ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാലോ 1 മിനിറ്റ് പറഞ്ഞാൽ എത്രത്തോളം ചെറുതാന്ന് അറിയാം. അപ്പൊ ഈ 27 സെക്കൻഡ് എന്ന് പറയും 28 സെക്കൻഡ് വരെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്നാലും ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരുന്നത് 27.7
5 27 ഉണ്ട് വിചാരിക്കും. ഇന്ന് അത് 28 ആക്കിയിട്ട് 27.6 ആണെങ്കിലും 28 ആക്കി എഴുതാം. 27.4 ആണെങ്കിൽ 27 എഴുതിയാൽ മതി കേട്ടോ. 5 ആയി കഴിഞ്ഞാൽ 28 മാറ്റുക. തൊട്ടടുത്തതിലേക്ക് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ആൻസർ. ഇവിടെയൊക്കെ മൈനസ് ഉണ്ട്. ആ ലാസ്റ്റ് ആൻസറിൽ മൈനസ് 229 ഡിഗ്രി 5 minutes 27 seconds. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. A wheel makes 360 revolutions. 360 revolutions in 1 minute. 360 revolution in 1 minute. Through how many radians? Through how many radians? Through how many radians does it turn? How many radians does it turn in 1 second? Through how many radians does it turn in 1 second? ഇവിടെ തന്നിരിക്കുന്ന ഈ മിനിറ്റ് സമയമാണ് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു മിനിറ്റില് ഒരു വീല് 360 കറക്കങ്ങൾ കറങ്ങുന്നതാണ്. റെവല്യൂഷൻസ് അതാ. ഓക്കെ, ഇത് ടൈമാണ്. നമ്മൾ ഇവിടെ എഴുതിയ മിനിറ്റ് അല്ല അത് കേട്ടോ. ആംഗിൾ അല്ല, ടൈമാണ്. അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡില് എത്ര റേഡിയൻ ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു റൊട്ടേഷൻ എത്ര റേഡിയനാണ്? ഒരു റൊട്ടേഷൻ എത്ര റേഡിയനാണ് പറഞ്ഞേ? 2π. ആ 2π. കാരണം 360 ആണ് ഒരു റൊട്ടേഷൻ. 360 ഡിഗ്രി ആണ് 2π റേഡിയനാണ്. അപ്പൊ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയനാണ്. അപ്പോ ഒരു സെക്കൻഡില്, അതായത് ഒരു സെക്കൻഡ് ടൈം ആട്ടത്, ടൈം ഒരു സെക്കൻഡിന് വളരെ കുറഞ്ഞ സമയമാണ്. അവിടെ എത്ര റേഡിയന് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇവിടെ തന്നിരിക്കുന്ന കാര്യം 360 റവല്യൂഷൻ ആണ് ഇൻ 1 minute. ഒരു മിനിറ്റില് 360 കറക്കങ്ങളാണ് കറങ്ങുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. 360 revolutions in ഈ 1 minute എന്നുള്ളത് ഞാൻ 60 seconds എന്ന് എഴുതാം. ഓക്കെ, 60 seconds. 1 minute ആണ് 60 second ആണ്. അപ്പൊ ചെറിയൊരു മാറ്റം വരുത്തുള്ളൂ. ഈ 1 minute 60 second ആയി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡില് എത്ര റവല്യൂഷൻസ് ആയിരിക്കും? 60 സെക്കൻഡില് 360. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡില് എത്ര റവല്യൂഷൻ ആയിരിക്കും? 60 സെക്കൻഡില് 360 വട്ടം കറങ്ങുന്നുണ്ട് 60 സെക്കൻഡിൽ. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര വട്ടം കറങ്ങും? 360/60. ആ 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 360/60. ഇവിടെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത്. ശരിക്ക് 60നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 360/60 എന്ന 6 ആണ്. 6 revolutions in 1 second. ഒരു സെക്കൻഡിൽ 6 വട്ടം കറങ്ങാം. ഓക്കെ, ഈ 6 revolutions, ഒരു റവല്യൂഷൻ എത്ര റേഡിയനാ?
2 പൈ അല്ലെ? ഒരു റവല്യൂഷൻ പറയുന്നത് 2 പൈ ആണ്. അപ്പൊ 6 റവല്യൂഷനോ? 12 pi. 12 പൈ. 6 into 2 പൈ റേഡിയൻ in 1 second. ഓക്കെ, 6 റവല്യൂഷൻ എന്ന് പറഞ്ഞാല് 6 into 2 പൈ റേഡിയൻ ഇൻ 1 സെക്കൻഡ് ആണ്. ഇതന്നെ നമ്മളെ ചോദ്യം. ഓക്കെ, അതുകൊണ്ട് 6 into 2 പൈ പറഞ്ഞാല് 12 പൈ റേഡിയൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻ ആണ് ചോദ്യം? ഒരു സെക്കൻഡില് 12 പൈ റേഡിയൻ ആണ് ഈ വീല് കറങ്ങുക. അതായത് ഒരു സെക്കൻഡിൽ തന്നെ 6 വട്ടം കറങ്ങുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴൊന്നും അത് അറിയില്ല. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡിൽ തന്നെ 6 വട്ടം കറങ്ങുന്നത്. 6 എന്ന് പറഞ്ഞാൽ 12 പൈ റേഡിയൻ ആണ്. അപ്പൊ ഒരു സെക്കൻഡില് 12 പൈ റേഡിയൻ എഴുതിയെടുക്കുക. എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കും. കഴിഞ്ഞില്ലേ? Sir, second last step ഒന്നുകൂടെ പറയൂ. ഇതോ 6 revolution in 1 second. ഓക്കെ, 6 revolution in 1 second. അപ്പൊ ഒരു റവല്യൂഷൻ പറയുന്നത് 2 പൈ ആണ്. അപ്പൊ 6 റവല്യൂഷൻ പറയുന്ന 6നെ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 2 പൈ 12 പൈ. ഓക്കെ, ഒരു റവല്യൂഷൻ പറയുന്നത് 2 പൈ ആണ്. അപ്പൊ 2 റവല്യൂഷൻ കിട്ടാന് 4 പൈ. 3 ആണെങ്കിൽ 6 പൈ. 4 12 പൈ അല്ല 8 പൈ. അങ്ങനെ 6 ആകുമ്പോൾ 12 പൈ. 1 2 പൈ. 6 12 പൈ. അതിന്റെ ഇരട്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Find the degree measure of the angle. Find the degree measure of the angle. Find the degree measure of the angle subtended at the. Find the degree measure of the angle subtended at the center of a circle. Subtended at the center of a circle of radius 100 meter, 100 centimeter, of radius 100 centimeter by an arc of length, by an arc of length 22 centimeter, by an arc of length 22 centimeter. Question is to find the degree measure of the angle. ഏത് ആംഗിള്?
subtended at the center of a circle of radius 100 centimeter, radius 100 centimeter by an arc of length 22 centimeter. Arc length നെ ഏത് ലെറ്റർ കൊണ്ടാ സൂചിപ്പിച്ചിരുന്നത്? L. L. അപ്പൊ ആംഗിൾ, ഫൈൻഡ് ദ ആംഗിൾ, ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ. അപ്പൊ ഏതാ കാണണ്ടേ? എന്താണ് കാണണ്ടേ? ഡിഗ്രി ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ. എല്ല് മാറും, പിന്നെന്താ ഉള്ളത്? തീറ്റ. തീറ്റയാണ് കാണണ്ടേ. തീറ്റ എങ്ങനെ കാണാം? തീറ്റ ഈക്വൽ ടു L by L L by R. കണ്ടോ? L ഈക്വൽ ടു R തീറ്റ. ഇത് പഠിക്കണം. തീറ്റ ഈക്വൽ ടു L by R. അതും പഠിക്കണം. ഓക്കെ. ഈക്വൽ ടു L ആണ് 22 ബൈ R ആണ് 100. വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. 11 by 50. 22 ഹാഫ് 100 ഹാഫ്. ഇപ്പൊ ഈ 11 by 50 എന്ന് പറയുന്ന ആംഗിള് തീറ്റ, 11 by 50 എന്ന് പറയുന്ന ആംഗിള് അത് റേഡിയൻ മെഷർ ആണോ ഡിഗ്രി മെഷർ ആണോ? ഏത് മെഷറാണ്? റേഡിയൻ ആണ്. ഇങ്ങനെ എല്ലിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഡിയൻ മെഷറാ. ഇത് റേഡിയൻ മെഷർ ആണ്, 11 by 50 ആണ്. പക്ഷെ നമ്മൾ ചോദിച്ചത് ഡിഗ്രി മെഷർ ആണ്. ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. എന്തുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യാം? 180 by 5. 180 by 5 നമ്മൾ ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, രണ്ടെണ്ണം ചെയ്തു നമ്മള്. 11 by 50 ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. 180 by 22 by 7. ഓക്കെ, 22 by 7. നമ്മളത് കംപ്ലീറ്റ് ചെയ്തേ. Equal to 11 by 50 into 180 into 7 by 20. കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ താഴെ 2 ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാന്. ഒന്നില്ലെങ്കിൽ ഈ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 50 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. എന്നിട്ട് ആ ഉത്തരത്തെ വീണ്ടും 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടും. ബ്രാക്കറ്റ് ഇടാതെ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 11 into 180 into 7 ഡിവൈഡ് ബൈ എന്നടിക്കാൻ ബ്രാക്കറ്റ് കൊടുക്കുക. 50 into 22 ഇങ്ങനെയാണ് ചെയ്യാൻ കാൽക്കുലേറ്ററിൽ. എന്നിട്ടാണ് നമ്മൾ ഈക്വൽ ടു കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ബട്ടന് അമർത്താൻ കേട്ടോ. കിട്ടിയോ? എത്രയാ? 12 degree, 36 minute, 6 മിനിറ്റ്. പിന്നെ എന്തുണ്ടോ? 0 ആണല്ലോ. അപ്പൊ 0 സെക്കൻഡ് അല്ലേ? അതുകൊണ്ട് അത് എഴുതണ്ട. 12 ഡിഗ്രി 36 മിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ.
in a circle of diameter, 40 centimeter. In a circle of diameter 40 centimeter, the length of the chord is 20 centimeter. Length of the chord is 20 centimeter. Chord പറഞ്ഞാല് ഞാണ് കേട്ടോ. മലയാളം മീഡിയത്തിൽ വന്നവർക്ക് ഞാണ് എന്നുള്ളതാണ് chord. The length of the chord is 20 centimeter. Find the length of the minor arc of the chord. Find the length of the minor arc of the chord. Find the length of the minor arc of the chord. So question തുടങ്ങുന്നത് in a circle ആണ്. Okay? In a circle. അതിന്റെ റേഡിയസ് ഡയമീറ്റർ 40 ആണ്. അതുകൊണ്ട് അതിന്റെ റേഡിയസ് 20 ആയിരിക്കും. ഓക്കെ, അപ്പോ പിന്നെ ഒരു കോഡ് ഞാൻ ഇവിടെ എങ്ങനെ വരക്കുകയാണ്? കോഡ് പറഞ്ഞാൽ ഞാൻ കേട്ടോ ഈ റേഡിയസിന്റെ അറ്റത്തുകൾ വരക്കുക. ഈ കോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ഞാനിന്റെ ലെങ്ത്. അപ്പൊ ഇത് 20 ആണ്. അപ്പൊ ഇത് റേഡിയസും 20 ആണ്. കോഡിന്റെ ലെങ്ത്തും 20 ആണ്. ഇതും റേഡിയസ്, അതും 20 ആണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ ഇത് എ, ഞാനിവിടെ ബി ചെയ്തിട്ടുണ്ട്, സി ഡി. ഓക്കെ, അപ്പൊ ഈ എ മുതൽ സി വരെയുള്ള ഭാഗം, എ ബി സി എന്ന് പറയുന്ന ഭാഗം, അതിനെയാണ് മൈനർ ആർക്ക് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം ഇപ്പൊ എന്തായിരുന്നു? മറന്നുപോയി. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഈ ചെറിയ ചാപം വലിയ ചാപം പറയുവാണ്. ഓക്കെ, ഈ ഭാഗം എ ബി സി, ഇതിനെയാണ് നമ്മൾ മൈനർ ആർക്ക് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം അതിനെ മേജർ ആർക്ക്, അതിന്റെ മറുചാപം. ഓക്കെ, അപ്പോ ആ മൈനർ ആർക്കിന്റെ എ ബി സി എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ലെങ്ത് ഓഫ് ദി ആർക്ക് നമ്മൾ കാണണ്ടേ. അതായത് എൽ ആണ് കാണണ്ടേ. എൽ ഈക്വൽ ടു എന്താ? ആർ തീറ്റ അല്ലെ? ആർ തീറ്റ. എൽ ഈക്വൽ ടു ആർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു L equal to R theta. ഇവിടെ R എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ഇനി തീറ്റ കിട്ടിയാൽ മതി. തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ മെഷറിലാണ്, അല്ലാതെ ഡിഗ്രി മെഷർ അല്ല. അപ്പൊ തീറ്റ എന്ന് പറയും ഈ മൈനർ ആർക്കിന്റെ അല്ലേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ മൈനർ ആർക്കിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ റേഡിയൻ മെഷർ എന്താണെന്ന് പഠിച്ചപ്പോ ഒരു ആർക്ക് ലെങ്ത് നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു ആർക്ക്, അതാണ് എല്. അവിടുത്തെ നമ്മൾ കേന്ദ്രത്തിലേക്ക് വരക്കും, അതാണ് തീറ്റ അറിയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആർക്ക് അറിയുന്നത്. അപ്പൊ അവിടുന്ന് കേന്ദ്രത്തിലേക്ക് വരച്ച ഈ ആംഗിൾ ആണ് തീറ്റ അറിയുന്നത്. ഈ ആംഗിൾ നിങ്ങൾക്ക് അറിയോ? 60. ഇത് 60 ഡിഗ്രിയാ. കാരണം ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആ, സമഭുജ ത്രികോണം. അത് എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അതുകൊണ്ട് 60 എന്ന് പക്ഷെ ഇവിടെ എഴുതാൻ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്തു? 5/3 കാരണം ഇവിടെ തീറ്റ അറിയുന്ന റേഡിയൻ മെഷറാ. അതുകൊണ്ട് ഇത് വലിയ കൊടുക്കാം, പക്ഷെ നമ്മൾ ലെങ്ത് കാണണം. അതുകൊണ്ട് കാണണമെന്നില്ല. നമ്മളിപ്പോ സർക്കംഫറൻസ് 2π അല്ലെങ്കിൽ 4π 22π എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി, 20π/3 ഇത്രയും
സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത് ഓഫ് ദി ആർക്ക്. പൈക്ക് വാല്യൂ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കാൽക്കുലേറ്റർ കയ്യിലുള്ള ഒരു പ്രശ്നമില്ല. 20 × 3.14 അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ 22/7 ഏത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പം ആ പൈയുടെ വാല്യൂ നമ്മൾ കൊടുക്കണം. ഡിഗ്രി നമ്മൾ എഴുതുമ്പോൾ എവിടെ പൈ വരാൻ പാടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വേണ്ടോ ഇവിടെ എവിടെയും പൈ ഇല്ല. പൈ നമ്മൾ മാറ്റി ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ അതിൽ പൈ ഉണ്ടാവില്ല. എന്നാൽ റേഡിയൻ മെഷറിലേക്ക് മാറ്റുമ്പോൾ അതിൽ പൈ വരാതിരിക്കാം. അപ്പൊ നോക്കൂ, ഇത് റേഡിയൻ മെഷർ പൈ, ഇതിൽ പൈ ഉണ്ട്. എന്നാൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത 11/50 ഇതിൽ പൈ ഇല്ലല്ലോ. അപ്പൊ റേഡിയൻ മെഷറിൽ പൈ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഡിഗ്രി മെഷറിൽ പൈ എഴുതാറില്ല കേട്ടോ. അവിടെ ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ചിലപ്പം ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വരാതെ വീണ്ടും സെക്കൻഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റിയത്. ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എഴുതിയത്. മുഹമ്മദ് എ ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ, ക്യാമറ ഓൺ ആക്കിക്കേ. മുഹമ്മദ് എ ഓക്കെ. നിന്റെ പേരെന്താടാ? പേരെന്താണ്? കേൾക്കുന്നില്ല? മുഹമ്മദ് എ നിന്റെ പേരെന്താണ്? മൈക്കോണ ചെയ്തില്ലേ? പേരെന്താ? മുഹമ്മദ് എ നിന്റെ പേരെന്താണ്? മുഹമ്മദ് എ അനഞ്ഞാണോ? നീ പറയുന്നത് കേൾക്കുന്നില്ല. മൈക്കോൺ ആക്കിയിട്ടില്ലേ? കേൾക്കുന്നില്ല. വീഡിയോ ഓഫാക്കിക്കോ. ആ പേരെന്താ പറയൂ. ഓഫാക്കി, കേൾക്കുന്നില്ല ഒന്നും. കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. If in two circles, if in two circles, if in two circles, arcs of the same length, arcs of the same length, arcs of the same length, subtend angles, arcs of the same length,
subtend angles 60 degree and 75 degree. 60 degree and 75 degree at the center. 60 degree, 75 degree at the center. Find the ratio of their radii. Find the ratio of their radii. Radius in the plural form ആണ് radii എന്ന് പറയുന്നത് radi. Okay, radii. Find the ratio of their radii. Okay. ചോദ്യം if in two circles, രണ്ട് സർക്കിൾ ഉണ്ട്, arcs of the same length. Okay. അതായത് രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് രണ്ട് സർക്കിളിലും രണ്ട് ആർക്ക് ഉണ്ട്. ഈ രണ്ട് ആർക്കുകളുടെയും ലെങ്ത് സെയിം ആണ്. L1 ഈക്വൽ ടു L2. L1 ആണ് ആദ്യത്തെ സർക്കിളിലെ ആർക്ക് ലെങ്ത്. ഇത് രണ്ടാമത്തെ സർക്കിളിലെ ആർക്ക് ലെങ്ത്. ഈ രണ്ട് ആർക്ക് ലെങ്ത്തും രണ്ട് സർക്കിൾ ഉണ്ട്. ഇവിടെ ഒരു ആർക്ക് ഉണ്ട്, ഇവിടെ ഈ വലുപ്പം, അതേ വലുപ്പമുള്ള ഒരു ആർക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ഇതായിരുന്നു. പക്ഷെ രണ്ട് സർക്കിളും ഒരേ വലിപ്പാണോ എന്തെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ആർക്ക് ലെങ്ത്തിൽ ഈ ലെങ്ത്തും ഈ ലെങ്ത് സെയിം ആണ്. ഒന്നാമത്തെ സർക്കിളിലെ ലെങ്ത്തിന് നമുക്ക് L1 എന്ന്, രണ്ടാമത് L2 എന്ന് കൊടുക്കാം. യഥാർത്ഥത്തില് ഇവിടെ ഈ സർക്കിളിലെ റേഡിയസും ഈ സർക്കിളിലെ റേഡിയസ് സെയിം ആയിരിക്കില്ല. ഇതിലെ റേഡിയസ് R1 എടുക്കാം, ഇതിലെ റേഡിയസ് R2 എടുക്കാം. ഇതിന്റെ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കില്ല. ഇതിന്റെ ആംഗിൾ θ1 ഇതിന്റെ ആംഗിൾ θ2 എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ L1 ഈക്വൽ ടു, നമ്മൾ L ഈക്വൽ ടു R θ എന്ന് എഴുതിയിട്ടില്ലായിരുന്നു? L ഈക്വൽ ടു R θ. അപ്പൊ ഇവിടെ R1 θ1 എഴുതേണ്ടി. ഓക്കെ, അതേപോലെ L2 എന്ന് പറയുമ്പോൾ R2 θ. ഈ L ഈക്വൽ ടു R θ ഇതാ ഫസ്റ്റ് സർക്കിളിന്റെ, ഇത് സെക്കൻഡ് സർക്കിളിന്റെ. പക്ഷെ ഈ L1 L2 ഒന്നാ. അതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയത് R1 θ1 ഈക്വൽ ടു R2 θ. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയ എന്നാണ്. റേഡിയസിന്റെ റേഷ്യോ. അതായത് R1 ഇവിടെ ഉണ്ട്, ഈ R2 ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടും R1 by R2. അപ്പൊ ഈ ഭാഗത്തുള്ളത് ഒന്ന് θ2 ആണ്. ഈ θ1 ഇങ്ങോട്ട് മാറ്റിയാൽ by θ1 ഇത്. യഥാർത്ഥത്തില് ഈ θ2 θ1 ഒക്കെ റേഡിയൻ മെഷർ ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾസ് 60 ഡിഗ്രിയും 75 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി നമുക്ക് θ1 എന്നെടുക്കാം, θ2 എന്ന് 75 ഡിഗ്രി എടുക്കാം. അതിന്റെ ഓർഡറിലായിക്കോട്ടെ. ആദ്യത്തത് θ1, രണ്ടാമത് θ2. പക്ഷെ ഇത് ഡിഗ്രിയിലാണുള്ളത്. പക്ഷെ ഇവിടെ ശരിക്ക് യഥാർത്ഥത്തില് നമുക്ക് എഴുതേണ്ടത് ഇവിടെ എഴുതാം θ1 ഈക്വൽ ടു 60 ഡിഗ്രി, θ2 ഈക്വൽ ടു 75 ഡിഗ്രി. ഓക്കെ, അപ്പൊ θ2 75 ഡിവൈഡ് ബൈ θ1 60 ഡിഗ്രി. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തീറ്റ റേഡിയൻ മെഷർ ആണെന്നുള്ളത്. പക്ഷേ റേഷ്യോ ആകുമ്പം റേഡിയൻ മെഷറിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതെന്ത് മാറ്റുന്ന ആവശ്യമില്ലാത്ത? ഓക്കെ, ഇപ്പോ എന്താ റേഡിയൻ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അത് അല്ലേ? അതെ അതെ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മള് റേഡിയൻ മെഷറിലേക്ക് മാറ്റാപ്പോ എന്താ ചെയ്യാ? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ.
അപ്പൊ ഇവിടെയും പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം ഇത് വീണ്ടും വെട്ടിപ്പോകും. അതുകൊണ്ട് റേഷ്യോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ റേഡിയൻ മെഷറിലേക്ക് മാറ്റേണ്ട, ഡിഗ്രി മെഷറിലേക്ക് എന്താ കിട്ടി അത് എഴുതണം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ 75/60 എഴുതിയത്. പക്ഷെ ഓർഡർ ശ്രദ്ധിക്കണേ. ആദ്യം പറഞ്ഞ θ1, രണ്ടാമത് പറഞ്ഞത് 70 θ2 കേട്ടോ. അപ്പൊ θ2 മുകളിലാ വേണ്ടേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതന്നെ കിട്ടും. R1 θ1 = R2 θ. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 75/60 എത്ര കൊണ്ടാ ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് പറ്റും, 15 കൊണ്ട് പറ്റുണ്ടാവും. 15 കൊണ്ട് അല്ലെ? 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 5/4 കിട്ടുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ട് നമ്മൾ റേഷ്യോ ചോദിച്ചു. R1 = R2 = 5:4. R1 = R2 = 5:4. അതാണ് ഉത്തരം. കഴിഞ്ഞടാ? സാറേ ഇതിൽ R1/R2 = θ2/θ1 അതൊന്ന് പറയോ? ഈ R1 ഈ ഭാഗത്തല്ലേ, θ1 അങ്ങോട്ട് മാറ്റിയാൽ ബൈ θ1 അല്ലേ ആവുക. θ2/, ഈ R2 മുകളിലാണ് നിൽക്കുന്നത്, അതിങ്ങോട്ട് വന്ന ബൈ R2. ശരിയായോ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ ആംഗിൾ in radian. Find the angle in radian through which a pendulum makes if its length is 75 centimeter, and the tip describes an arc of length, 21 centimeter. Arc of length
21 centimeter. Arc of length 21 centimeter. അപ്പൊ arc of length എല്ലാ അതുകൊണ്ട് ആയിരത്തോടു കൂടി നമുക്ക് എഴുതാം. ഇനി എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ആംഗിൾ ഇൻ റേഡിയൻ. റേഡിയൻ മെഷറിലുള്ള ആംഗിൾ ആണ് കാണേണ്ടത് നമുക്ക്. എങ്ങനെയാ പിന്നെ ആംഗിൾ ഉണ്ടാകുന്നത്? ത്രൂ വിച്ച് എ പെൻഡുലം മേക്സ്. നമ്മള് ക്ലോക്കിലെ പെൻഡുലം കണ്ടിട്ടില്ലേ? കാണാത്തവര് വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പെൻഡുലം, അപ്പൊ കാണാം. ഓക്കെ, ഈ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട് പെൻഡുലം. പെൻഡുലം പല രൂപത്തിലായിരിക്കാം, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പെൻഡുലം എന്ന് വിചാരിക്കുക. ഇതാണ് പെൻഡുലം. ക്ലോക്കിൽ ഇതിങ്ങനെ ആടിക്കളിക്കുക ചെയ്താ ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്യും, സിംഗ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ആ പെൻഡുലം. ആ പെൻഡുലത്തിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 75 സെന്റിമീറ്റർ ആണ്. ഈ പെൻഡുലം ഇവിടെ നിൽക്കില്ല, ഇതിവിടെ ക്ലോക്കിൽ ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അത് ഇവിടെ സർക്കിൾ ഷേപ്പാ വരിക ഈ രൂപത്തില്. ഇങ്ങനെ ഈ പെൻഡുലം, ഇതാണ് പെൻഡുലം. ആ പെൻഡുലം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് 75 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ യഥാർത്ഥത്തില് ഇത് ഈ പെൻഡുലം ഇപ്പൊ ഇങ്ങനെ ഇത്രേ വരുള്ളൂ. പക്ഷെ സാധാരണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സർക്കിളാ കിട്ടുക. അപ്പൊ ആ സർക്കിളിന്റെ എന്താണ് ഈ 75 സെന്റിമീറ്റർ? റേഡിയസ് ആയിരിക്കും. അതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ കാണേണ്ടത് ആംഗിൾ. ഈ ആംഗിളൊക്കെ ഇൻ റേഡിയൻ മെഷർ തീറ്റ ഈക്വൽ ടു L/R ആണ്. L അറിയണേ 21, R അറിയണേ 75. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി. 21നെയും 75നെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 7/25. ഈ കിട്ടിയിരിക്കുന്ന ഉത്തരം റേഡിയൻ ആണോ ഡിഗ്രി ആണോ? റേഡിയൻ ആണ് അല്ലെ? റേഡിയൻ ആണ്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട, ഇത് റേഡിയൻ മെഷർ തന്നെയാണ് കേട്ടോ. L/R കണ്ടാൽ റേഡിയൻ മെഷർ തന്നെയാണ് കിട്ടുക. ഓക്കെ, എഴുതിക്കോളൂ.
നമ്മളെ ചാപ്റ്ററിന്റെ പേര് ട്രിഗണോമെട്രിക് ഫങ്ഷൻ ആണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ആംഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇനി അതിന്റെ യഥാർത്ഥ ട്രിഗണോമെട്രിയിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിലെ 4 പോയിന്റ്സുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ഈ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് 1 അല്ലേ? 1 ആയിരിക്കും അല്ലെ. ഇതിന്റെ റേഡിയസ് 1. അതുകൊണ്ടല്ല ഇവിടെ 1. ഈ ഒരു ലെങ്ത് ഇവിടെ 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ റേഡിയസ് 1 ആയിരിക്കും. അപ്പൊ ഞാനൊരു ലൈൻ ഇപ്പൊ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ലൈന് അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം റേഡിയസ് 1 ആണ് അല്ലെ. ഓക്കെ, ഇവിടെ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 90 ആവുന്ന രൂപത്തില്. ഇത് എ ആയിക്കോട്ടെ, ഇത് ബി ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ട്രയാങ്കിളില് ഈ ആംഗിള് എക്സ് എന്നാണെങ്കിൽ ഈ ആംഗിള് എക്സ് ആണ്. ഓക്കെ, എക്സ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഫിഗറിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമുണ്ട്. സൈനും കോസും ഒക്കെ. സൈൻ എക്സ് എങ്ങനെ സൈന് കാണുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ എക്സിന്റെ ഓപ്പോസിറ്റ് പറയുന്നത് എ ബി ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ? OA. ഓ. അല്ലെങ്കിൽ സൈൻ എക്സ് സമം എ ബി ബൈ ഒ എ. എ ബി ബൈ ഒ എ പറഞ്ഞാല് 1. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് 1 എ ബി ബൈ 1. അപ്പൊ എ ബി ബൈ 1 പറഞ്ഞാൽ എ ബി ആയിട്ട് മാറും. അപ്പൊ നമുക്കൊരു കാര്യം കിട്ടി. എ ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അതായത് ഈ ഒരു ലെങ്ത്, ഈ ഒരു ഉയരം സൈൻ എക്സ് ആണ്. അത് യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിൾ ആണ് റേഡിയസ് 1 വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിരിക്കും. അതേപോലെ നമുക്ക് കോസ് എക്സ് ഒന്ന് കണ്ടോ. കോസ് എക്സ് എങ്ങനെ കാണുന്നത്? അഡ്ജസന്റ്. ഈ ഫിഗറിൽ ഈ ട്രയാങ്കിളിൽ ഏതാണ് അഡ്ജസന്റ്? OB ബൈ ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇത് OB ആണ്. അപ്പൊ OB സൈൻ എക്സ് ഈക്വൽ ടു OB എന്ന് കിട്ടും. സൈൻ എക്സ് ഈക്വൽ ടു OB. അപ്പോ അതിന്റെ മീനിങ് ഈ ഒരു കോസ് എക്സ് എന്ന് വരും. ഓക്കെ, അതേപോലെ ഇതാണ് നമുക്ക് സൈൻ എക്സ് എന്ന് കിട്ടി. ഈ ഒരു ലെങ്ത് ഇത് സൈൻ എക്സും കിട്ടി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് ഈ ലെങ്ത് 3 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതിന്റെ നേരെ ഇവിടെ 3 ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ലെങ്ത് 3 ആയതുകൊണ്ട് ഈ ലെങ്ത് 3 ആയത്. അതേപോലെ ഈ ഒരു ലെങ്ത് 2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എക്സ് ആക്സിൽ ഇവിടെ 2 ഉണ്ടാവും എന്നുള്ള അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 2 3 അല്ലെ? 2 3. അപ്പൊ നോക്കൂ, ഈ നമ്പറാണ് യഥാർത്ഥ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. എക്സ് സൂചക സംഖ്യ. ഈ ഉയരമാണ് വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്, ഇതായിരിക്കും വൈ കോർഡിനേറ്റ്.
ഏത് പോയിന്റിന്റെ? ഈ പോയിന്റിന്റെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്താൽ, ഇങ്ങനെ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് സർക്കിളിൽ നിങ്ങൾ എവിടെ പോയിന്റ് എടുത്താലും, ഇപ്പൊ ഞാനിവിടെ ഏതോ ഒരു പോയിന്റ് എടുത്തതാ. അപ്പൊ അങ്ങനെ എടുത്തപ്പോ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആണ്. പക്ഷെ എന്താണ് എക്സ്? നമ്മൾ എവിടെയാണോ പോയിന്റ് എടുക്കുന്നത് അവിടെ നിന്ന് സെന്ററിലേക്ക് വരച്ച ആ വരയും എക്സ് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് എക്സ് എന്നത്. എങ്ങനെ? എവിടെയാണോ നമ്മൾ പോയിന്റ് എടുത്തത് ആ പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് വരും, പിന്നെ എക്സ് ആയി നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എക്സ് എന്നത്. അപ്പൊ ഈ സർക്കിൾ എവിടെ പോയിന്റ് എടുത്താലും അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാല് ഈ 1 എന്ന് പറയുന്നത് കോസ് ആയിരിക്കും. 1 എന്ന് പറയുന്നത് കോസ് ആയിരിക്കാൻ ആദ്യം എക്സ് കോർഡിനേറ്റ് കോസ് ആണല്ലോ, വൈ കോർഡിനേറ്റ് സൈനും ആണ്. അപ്പോ 0 എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും. അപ്പൊ ഇനി അറിയേണ്ടത് കോസ് എത്രയാണ്, സൈൻ എത്രയാന്നുള്ളതാണ്. ഒന്നുകൂടി, എക്സ് കോർഡിനേറ്റ് കോസ് 1 കോസാ, 1 കോസാ, ഈ 0 പറയുന്നത് സൈനും ആണ്. പക്ഷെ ഇവിടെ ഏത് ആംഗിൾ ആണ് നമ്മൾ എഴുതുന്നത്? എന്ത് ആംഗിൾ അവിടെ എഴുതാം? ഞാൻ എങ്ങനെയാ ആംഗിൾ ഫോം ചെയ്യാന്ന് പറഞ്ഞ്, നമ്മളൊരു പോയിന്റ് എടുത്തു സർക്കിളില്, അവിടെ നേരെ സർക്കിള് സെന്ററിലേക്ക് വരയ്ക്കുക. അപ്പൊ കിട്ടുന്ന ഈ വരയും പിന്നെ എക്സ് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആ എക്സ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പോയിന്റ് എടുത്താൽ ഇവിടെ നേരെ എന്ത് ചെയ്യണം? സർക്കിള് സെന്ററിലേക്ക് വരയ്ക്കുക. ആ വരയും എക്സ് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതെത്രയാ? ഒന്നുകൂടി. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് 10 ഉള്ളത്? എവിടെ പോയിന്റ് എടുത്തോ അവിടെ നിന്ന് നമ്മൾ സെന്ററിലേക്ക് വരയ്ക്കുക. ഇപ്പൊ ഒരു വര കിട്ടിയ നമുക്ക്, ആ വരയും എക്സ് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 0. അങ്ങനെ ഒരു ആംഗിളേ ഇല്ല. അതുകൊണ്ട് ആംഗിൾ അവിടെ 0 ആണ്. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുത്താൽ എക്സ് ആക്സിൽ നമ്മൾ ഈ ഭാഗത്ത്, ഈ പോസിറ്റീവ് ഭാഗത്ത് നമ്മൾ പോയിന്റ് എടുത്താൽ അവിടെ ആംഗിൾ 0 ആണ്. അതുകൊണ്ട് കോസ് 0 സൈൻ 0. ഇപ്പൊ 2 വിലകളാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് കോസ് 0 ഈക്വൽ ടു 1, ഒന്ന് സൈൻ 0 ഈക്വൽ 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 0 എന്ന് പറയുന്നത് കോസ് ആണ്, ഈ 1 എന്ന് പറയുന്നത് സൈനും ആണ്. പറയൂ, ആംഗിളോ? 90 ഡിഗ്രി. 90. ഇതാ ഇവിടെ നേരെ ഇങ്ങോട്ട് വരച്ചാല് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആ. അതുകൊണ്ട് 90ക്ക് പകരം റേഡിയൻ മെഷർ എഴുതുന്നുണ്ട്. 90യുടെ റേഡിയൻ മെഷർ π/2. π/2. 2 π/2. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, കോസ് π/2 ഈക്വൽ 0, സൈൻ π/2 ഈക്വൽ 0. ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് ഇവിടെ ഈ ആദ്യം -1 എന്നുള്ളത് കോസ് ആണ്, എക്സ് കോർഡിനേറ്റ് കോസ്, ഇത് സൈൻ. കേട്ടോ, ആദ്യം കോസ് പിന്നെ സൈൻ. അപ്പൊ 0 അറിയണത് സൈൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഇപ്പൊ ഏതാ ആംഗിള്? 180. 180. 180 പറഞ്ഞാൽ റേഡിയൻ മെഷർ എത്രയാ? 5. കോസ് പൈ ഈക്വൽ ടു -1, സൈൻ പൈ ഈക്വൽ ടു 0. ഓക്കെ, അടുത്തത് ഇത് ആദ്യം 0 പിന്നെ -1. ആദ്യത്തത് കോസ് ആണ്, രണ്ടാമത്തത് സൈൻ ആണ്. ഇനി ആംഗിളോ? 270. 270 എന്ന് പറയുന്നത് 3π/2 ആണ്. 3π/2. ഓക്കെ, അപ്പൊ ഇനി ഇത് വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ എത്തി.
വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ ഏതായിരിക്കും ആംഗിൾ വരിക? 360. 360 അറിയണത് 2π. അതേപോലെ സൈൻ 2π. ഓക്കെ, കോസ് 2π എത്രയായിരിക്കും? 1. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് 360 ആയി, 2π ആയി. ആ 2π വരുന്നത് ഈ 1 തന്നെയാണ് കോസ് അറിയണത്. 1 കോസ് 0 അറിയണത്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ അറിയോ? ഒരു റൊട്ടേഷൻ കഴിഞ്ഞാല് ആ സൈനിന്റെയും കോസിന്റെയും വില വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ഉറപ്പല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോ വീണ്ടും അതന്നെ കിട്ടി. പക്ഷേ ഈ സ്ഥലത്ത് തന്നെ എത്തിയാലും വ്യത്യാസമുണ്ട്. ഒരു റൊട്ടേഷൻ കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. പക്ഷെ ഫലത്തിൽ ആൻസർ കണ്ടോന്നേ നമുക്ക് 10 10. 0യിലും 2πയിലും ഒരേ ആൻസർ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹെഡിങ് സൈഡ് ഹെഡിങ് ആണിത്. നമ്മൾ ട്രിഗണോമെട്രി തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ഈ ഫിഗർ വരക്കണം. ഇപ്പൊ ബോർഡിൽ കാണുന്ന കംപ്ലീറ്റ് ഒന്ന് എഴുതണം കേട്ടോ.